നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കുഞ്ഞിച്ചോറും കൂട്ടാനും കുട്ടികൾക്ക് അവധിക്കാല ക്യാമ്പൊരുക്കി പൂർവ്വ വിദ്യാർത്ഥി സംഘടന കൂട്ടായി MMMHSSലെ 2002 +2 ബാച്ചിന്റെ നേതൃത്വത്തിലാണ് തിരൂർ നൂർലൈക്കിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. JCI തിരൂരിന്റെ JJ വിങ്ങിന്റെ സഹകരണത്തോടെയാണ് ക്ലാസുകൾ നടന്നത്. 132 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന്റെ പേര് കുഞ്ഞിച്ചോറും. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞിച്ചോറും കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാരും ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് പോട്ടെ, ഉഷാറാക്കണ്ടേ? യെസ് എന്ന് പറയുമ്പോ ഉറക്കെ പറയണം. യെസ്. ഈ കൈ ഉയർത്തിപ്പിടിച്ച് പറയും യെസ്. പോരാ, ഒന്നുകൂടി. ഇനി നമുക്കൊരു റെഡി 1 2 3 സ്റ്റാർട്ട്. IHT കോളേജ്, ഗ്ലോബൽ അക്കാദമി എന്നീ സ്ഥാപനങ്ങളിലെ മോണ്ടിസോറി അധ്യാപക വിദ്യാർത്ഥികൾ വിവിധ ഗ്രൂപ്പുകളിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പൊന്നാനി CIR സുജിത് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കവി രോഷ്നി കൈനിക്കര മുഖ്യാതിഥിയായി. JCI മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര മുഖ്യപ്രഭാഷണം നടത്തി. JCI പ്രസിഡന്റ് റിഫ ഷെലീസ് അധ്യക്ഷത വഹിച്ചു. IPP ഹനീഫ് ബാബു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പ്രതീഷ് തേഞ്ചേരി, ഇസാഫ് ഫൗണ്ടേഷൻ സീനിയർ പ്രോഗ്രാം ഓഫീസർ C അബ്ദുൾ മജീദ്, IP ഫൈസൽ, T സൗമ്യ, പുരുഷോത്തമൻ, N വിനീത, മുഹമ്മദ് ഫർവാൻ, ഷമീർ കളത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. M സിജിൽ, A ഷിഹാബ്, V സതീഷ് ബാബു, KP ജസീറ, നാദിയ, M ലെസ്ലി, B ജസീന, സലീം ആലുങ്ങൽ, സുജ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ, ഒരു മാസ് ഗാദറിംഗ് നമ്മൾ ആലോചന തുടങ്ങിയിട്ട് ഒരു നൂറിലേക്കിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചത്. ഈ പരിപാടിയിൽ നമ്മളോട് സഹകരിക്കുന്നത് JCIയുടെ തിരൂർ ചാപ്റ്ററാണ്. തിരൂർ ചാപ്റ്റർ അതിന്റെ മുഴുവൻ സംഘാടകരും വലിയ രീതിയിൽ തന്നെ നമ്മളോട് തുടക്കം മുതൽ തന്നെ ഇതിനോട് സഹകരിച്ചു വരുന്നുണ്ട്. ഇതിന് അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുക എന്നതാണ്. തീർച്ചയായിട്ടും ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വളരെ സന്തോഷപൂർവ്വത്തോടെ നല്ലൊരു കയ്യടിയോടുകൂടി നമ്മുടെ ഉദ്ഘാടകനെ ക്ഷണിക്കാം. നല്ലൊരു കയ്യടി കൂട്ടാ. ഞാൻ എൻ്റെ മകനെ വെക്കേഷൻ സമയത്ത് മറ്റു സ്വിമ്മിംഗ് പൂളിൽ വിട്ടിട്ടാണ് നീന്താൻ പഠിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് 3 വർഷമായിട്ട് ഇത് പോകുന്നു. അതുപോലെ തന്നെ വെക്കേഷന് പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമാണ്. കുട്ടികളുടെ സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരുപാട് പ്രോഗ്രാമാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ. പക്ഷേ പഴയകാലത്ത് അങ്ങനെയല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് കളിച്ച് വളരുന്നത്, ഇപ്പോൾ പ്രകൃതിയിൽ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന കഴിവുകൾ വളർന്നങ്ങനെ വരുന്നതാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് തിരക്കുകളേറിയ, കാരണം നമ്മൾക്ക് അറിയേണ്ടുന്നതും അറിയേണ്ടല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ, അതായത് ആശയങ്ങളുടെയൊക്കെ തന്നെ വളരെയധികം ബോംബാർഡ്മെന്റുകൾ നടക്കുന്നതാണ്. ഒരുപാട് അല്ലേ, അന്തർലീനമായിട്ടുള്ള കഴിവുകൾ പുറത്തു വരട്ടെ. നല്ല രീതിയിൽ എപ്പോഴും എത്രത്തോളം നിങ്ങൾ കഴിവുകൾ ആർജിച്ചാലും, എത്രത്തോളം നിങ്ങൾ വിദ്യാഭ്യാസം ആർജിച്ചാലും, എത്രത്തോളം നിങ്ങൾ ഉന്നത പദവിയിൽ എത്തിയാലും, എപ്പോഴും മാനുഷിക മുഖമുള്ള, സഹജീവിയോട് കരുണയുള്ള, സ്നേഹമുള്ള, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു പരിപൂർണനായിട്ടുള്ള, അത്തരത്തിൽ നമുക്ക് വേറെ ഒന്നും ആർജിച്ചില്ലെങ്കിലും സ്നേഹം മനസ്സിലുണ്ടാവുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായി വേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ലൈഫ് ഒരിക്കലും, ഈ മൊമെന്റ്സ്, ഈ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അത് ഫ്രം ദ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം അത് ഈ ഇന്നസെൻസ്, മെയിൻലി ഈ ഇന്നസെൻസ് അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതാണ് ഏറ്റവും നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ലേക്കാണ്, അതുകൊണ്ടാണ് ബിസൈഡ് ദ ലേക്ക് ബ്ലൂമിംഗ് ഫ്രഷ് ന്യൂ ബഡ്സ്, vivid and vibrant, illuminating the world with joy and innocence, little ones in mirth. ഒരിക്കൽ കൂടി പറയാം. Beside the lake blooming fresh new buds, vivid and vibrant, ഉജ്ജ്വലവും ചടുലവും, illuminating the world
ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ പ്രകാശിതമാക്കുന്നു. ഈ +2 റീയൂണിയൻ നമ്മളൊക്കെ ഒരുപാട് റീയൂണിയൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ക്രിയാത്മകമായിട്ട് നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ കഴിവിനെയും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ട്രെയിനിങ് നടത്തിയ JCI തിരൂരിനും അതുപോലെ നമ്മുടെ ഈ യൂണിയനും ഒരുപാട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ള കുട്ടികളെ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് എൻ്റെ ഒരു നാട്ടുകാരെ ഞാൻ പരിചയപ്പെട്ടു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അപ്പോട്ടന്റെ മകളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ആ സ്നേഹം നമുക്കറിയാം. ഇന്ന് എല്ലാവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കൂടി യോജിപ്പിച്ച് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തതിന് അവരായി ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ JCIനും അതിന്റെ പ്രസിഡന്റിനൊക്കെ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്, അതിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ 2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മഴ പെയ്യോടെ ഇത്രയും പോലും വെയിലത്ത് ഈ മാഷ് കഴിഞ്ഞ മാഷ് ഒന്നെന്ന് പറയുമ്പോൾ ഒന്നൊന്ന് ആക്ഷൻ അടിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കൈയടിക്കണം. ഇവിടെ ഒറ്റ വരില്ലിട്ടാ, എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കുക, എല്ലാവരും വളരെ സൈലന്റ് ആവുക. 4 5 4 ചാപ്പ ഫ്രീ പെയ്യട്ടെ നന്നായി പെയ്യട്ടെ. ഓക്കെ, താങ്ക് യു എല്ലാവരും വിളിക്കാം. ബാച്ച് കോട്ടയം +2 പഠിച്ച ആളുകളാണ്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിയിട്ടുള്ള ഒരേ സുഹൃത്തുക്കളെ, റസ്ലി, അതേപോലെ തന്നെ പ്രജീഷ്, സൗമ്യ, അതേപോലെ തന്നെ ഒരാളെ നമ്മൾ അറിയുന്ന ആളുകളുണ്ട്. അപ്പം അവരെ പോലെ, നിങ്ങൾ രക്ഷിതാക്കളെ പോലെ ജീവിതത്തിൽ മികച്ച വിജയം കൈവരിച്ചുകൊണ്ട് വ്യക്തിത്വങ്ങളായി നിങ്ങളെല്ലാം മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. എനിക്ക് ഓർമ്മയുള്ളത് ഈ ഒരു സമ്മർ വെക്കേഷൻ കാലത്ത് ഇങ്ങനൊരു ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അലുമിനി ഗ്രൂപ്പ് മുൻകൈ എടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളുകളിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ 2 മാസം സാറ് പറഞ്ഞ പോലെ 2 മാസം എന്തെന്നില്ലാത്ത പല കളികളിലും വിരാജിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ അതിഥികൾ അല്ലേ, ഈ കുഞ്ഞു മക്കൾ, സദസ്സിന് മുന്നിലിരിക്കുന്ന കുഞ്ഞു മക്കളാണ് ഞങ്ങളുടെ അതിഥികൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്വാഗതം ഓതിയ പ്രജീഷ്, അതുപോലെ തന്നെ അധ്യക്ഷനായിട്ടുള്ള നമ്മളുടെ സ്വന്തം സുഹൃത്തും അതുപോലെ തന്നെ JCI തിരൂർ ചാപ്റ്ററിന്റെ പ്രസിഡന്റുമായിട്ടുള്ള റിഫ ഷീൽസ്. എൻ്റെ പേര് മാജിദ. നമുക്ക് നല്ല പാട്ടുകളും കളികളൊക്കെ ആയിട്ട് ഇന്ന് വൈകുന്നേരം അവളെ അടിച്ചു പൊളിക്കണം കേട്ടാ. ആരും ചായ അടിച്ചില്ലേ? ആർക്കും ഒരു ഉഷാറില്ലല്ലോ. ഗുഡ് മോർണിംഗ് ഉറക്കെ പറഞ്ഞേ. ഇപ്പോഴാണ് ഗുഡ് മോർണിംഗ് ആയിട്ടുള്ളൂ, നേരത്തെ ഗുഡ് മോർണിംഗ് ആയിരുന്നില്ല. അപ്പൊ എൻ്റെ പേര് ഷഫ്ന. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം അല്ലേ, പാട്ടും കളിയും. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് അറിവുകളൊക്കെ നേടിക്കൊണ്ട് നമുക്ക് ഇന്ന് നമ്മളെ ക്യാമ്പ് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഒന്ന് ഉറക്കെ പറഞ്ഞ റെഡിയാണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരുമായിട്ട് നല്ലൊരു സൗഹൃദം നമുക്ക് വേണം അല്ലേ. പിന്നെ എല്ലാവരും വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു ക്യാമ്പിൽ വന്നത്. എൻ്റെ പേര് നിഷ. എൻ്റെ പേര് മുബീന. ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണ്ടേ? ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ദിവ്യ. ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണ്ടേ? ഇത് ഷിപ്ന. അപ്പം നമുക്ക് വൈകുന്നേരം വരെ അടിച്ച് പൊളിച്ച്
പോണട്ടാ. അപ്പൊ വയ്യ എല്ലാരും നമുക്ക് പരിചയപ്പെടാം. എന്റെ പേര് റിൻസി. നമ്മൾ ഇന്നിവിടെ ഒരു ക്യാമ്പിനാണ് വന്നിട്ടുള്ളത് അല്ലേ? ക്യാമ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോ എന്താണ്, പഠനം മാത്രമാണോ? അല്ല, കുറച്ച് അടിച്ചു പൊളിച്ചിട്ടുള്ള പരിപാടികളോട് കൂടിയ ക്യാമ്പാണ് നമ്മൾ ഇന്നിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പച്ചേട്ടിന്നാണ് വരുന്നത്. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ഷംന. സുഖമല്ല എല്ലാവർക്കും? ആ പേര് അറിയില്ലേ? അറിയോ? പേര് പറ്റോട്ടോ. ഇനി ഞാൻ പറയുന്ന കുട്ടികൾ കേട്ടാ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് കൈ പറ്റിക്കാണ്. 1ാം ക്ലാസ് പഠിക്കുന്ന ഒന്നാം ക്ലാസ് കൈ വെക്കാൻ ആ കുട്ടികളുടെ സെന്ററിലോട്ട് വിടാം. കൈയടിക്കാൻ പറയുമ്പോ എ കൈയടിക്കും, ബി കൈയടിക്കില്ല. പക്ഷേ ബി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൊണ്ട് കൈ അടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. ഒരാൾ പിടിച്ചു വെക്കാണ്ടെങ്കിൽ നമ്മുടെ ആവേശം കൂടും. എപ്പോഴത് പറയാന്നറിയോ? ടീച്ചർമാർ വന്നിട്ട് ചോദിക്കും. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424292005. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbit